അസ്സലാമു ഹലോ ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ഞാനും എല്ലാവരും കാത്തിരുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡ്രസ്സെല്ലാം ചെയ്ത് പുറപ്പെട്ടു പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് പറയാമല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ റെഡിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റിഹാൻക്ക് എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞ് വന്ന് അയാനും വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഉച്ച തന്നെ ആയി എന്ന് പറയാം. അപ്പോൾ ഇതാ റെഡിയായിട്ട് കാറിലൊക്കെ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതായത് എന്തെങ്കിലും ക്ഷീണമോ ഇനിയിപ്പോൾ വോയിസിന് ഉഷാറില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖസുന്ദരമായിട്ട് തന്നെ പോകുന്നു, ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നമ്മളിത് എവിടെ എത്താനായി എന്നുള്ളത് നിങ്ങൾ വരുമ്പോൾ കാണാം. കാരണം അത്രയും കാത്തിരുന്ന് നമ്മൾ എത്തിയൊരു പ്ലേസാണ്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളിതാ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ലുലു ഓപ്പൺ ആയ ശേഷം ഏറ്റവും വൈകി എത്തിയ ആൾ മേ ബി ഞാനായിരിക്കും. നിങ്ങളിൽ പാലക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ പോവാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇതാ ലുലുവിലോട്ട് എത്തിയിരിക്കുകയാണ്. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. എൻട്രൻസിൽ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ ഭയങ്കര തിരക്കുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. എങ്ങനെയാണോ അവിടെ പോയിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് ചെയ്യുക. അടിച്ചു പൊളിച്ചിട്ട് വരിക, എന്തെങ്കിലും മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉമ്മാക്ക് ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ബാഗ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫോണ് മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഉമ്മാക്ക് സാരിയും ബാഗൊക്കെയാണ് ക്രേസ്. അത് കാരണമാണ് നമ്മൾ ബാഗ് സെലക്ട് ചെയ്യാൻ പോയത്. സാരി നമ്മൾ ഇന്ന് തന്നെ എടുക്കണം വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല കേട്ടോ. എന്തായാലും മേടിച്ച സാധനങ്ങളുടെയൊക്കെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ലൈറ്റ് സെറ്റിംഗ് കാരണമാണ് ഒരു ഭംഗി കിട്ടാത്തത്. അപ്പോൾ എന്തായാലും നമ്മളിതാ അവിടുന്ന് ബാഗൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ബില്ലെല്ലാം അടിച്ച് ഞങ്ങൾ നേരെ മേലോട്ട് പോവാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗം നമ്മൾ ആ ഒരു ഷോപ്പിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനിയും നമ്മൾക്ക് കവർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവിടുന്ന് ഫുഡെല്ലാം തട്ടാം എന്ന് വിചാരിച്ചു. അതിലേറെ ഹാപ്പി ആയത് നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കണ്ടപ്പോൾ അവർ കുറേ പേര് വന്ന് സംസാരിച്ചു. ഉമ്മാനോടും കുട്ടികളോടും ഒക്കെ സംസാരിച്ചു, എന്നോടും സംസാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെ അവിടെ പോയപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എനിക്കിത് ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് അവിടെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു. കാരണം എനിക്ക് ഒന്നുകൂടെ ഡീറ്റെയിലായി നോക്കിയിട്ട് വേണം ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്യാൻ. പിന്നെ ഞാൻ കണ്ണ് മഞ്ഞളിച്ച് പോയത് ബാഗിൻ്റെ സെക്ഷൻ കണ്ടിട്ടാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കളേഴ്സ്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ സൂപ്പർബായിരുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി ഏതെടുക്കണ്ട എന്നുള്ളതൊക്കെ. വലുതെടുക്കണോ ചെറുതെടുക്കണോ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഡൗട്ട് അടിച്ച് ഞാൻ ഒരു ബാഗ് എടുത്തില്ല. ഉമ്മ പിന്നെ വേഗം നെക്സ്റ്റ് ഒരു ബാഗും കൂടി എടുത്തു. അങ്ങനെ 2 ബാഗാണ് കേട്ടോ ഉമ്മ എടുത്തത്. ഞാൻ പൊതുവേ ഉണ്ടല്ലോ പണ്ടൊക്കെ ഒരു സാധനം ഞാൻ മേടിക്കുമ്പം ഞാൻ അങ്ങനെ ആലോചിക്കൊന്നുമില്ല, ഇത് എനിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് കൂട്ടും. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഒരു സാധനം എടുക്കുമ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുമോ, ഇത് ഞാൻ
നന്നായിട്ട് കെയർ ചെയ്യുമോ, എനിക്ക് പറ്റിയതാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി നോക്കും. കാരണം എനിക്ക് ഒരുപാട് സൂക്ഷിക്കാനൊന്നും അറിയില്ല. സൂക്ഷിക്കാൻ അറിയുന്നത് എൻ്റെ ഇത്താക്കാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് കെയർ ചെയ്ത് വെക്കും എല്ലാ സാധനവും. പക്ഷെ അവളിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ പക്ക ഫ്ലോപ്പാണ് കേട്ടോ. ഞാൻ എപ്പോഴും അവളോട് പറയും, എനിക്ക് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കും. അവളുടെ കയ്യിൽ നിന്നൊരു സാധനം കേടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ വെച്ചിട്ട് സിസ്റ്ററിനെയും മോനെയും ഹസ്ബൻഡിനെയൊക്കെ കണ്ടു പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി സംസാരിക്കായിരുന്നില്ലേ കണ്ടത്? അപ്പോൾ എന്തായാലും സിസ്റ്റർ അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ പേഴ്സിൻ്റെ കളക്ഷനൊക്കെ എനിക്കിഷ്ടമായി. അതേപോലെ റിഹാൻക്ക് എന്തോ ഒരു ഫംഗ്ഷന് വൈറ്റ് ഷൂ വേണം പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു വൈറ്റ് ഷൂവും കൂടെ എടുത്തു കേട്ടോ. അതെടുത്തപ്പോഴാണ് അയൻകുട്ടീൻ്റെ മുഖം വാടിയത്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എനിക്കും വേണം പറഞ്ഞു. അപ്പോൾ അവൻ നേരെ കാണിച്ചിരുന്നത് ഷട്ടിലാണ് കേട്ടോ. അവനക്ക് ഷൂവും ഡ്രസ്സ് അങ്ങനത്തെ ഒന്നും വേണ്ട, ഷട്ടിൽ വേണം. പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം. കുറേ പിള്ളേർ ചുമ്മാ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മേടിക്കുന്നില്ലേ അവിടെ വെക്കി, ചളിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ വെപ്പിച്ചതാണ് കേട്ടോ. ഞാൻ നിന്നെ യൂട്യൂബിലിട്ട് വൈറലാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം അവിടെ എടുത്തു വെച്ചു. പിന്നെ ഇതാണ് ഇലക്ട്രോണിക് സെക്ഷൻ. അതിവിശാലമായിട്ടുള്ള ഏരിയ. ശരിക്കും പുതുതായിട്ടൊക്കെ വീട് കെട്ടാൻ പോകുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറി ഇറങ്ങുക, പോക്കറ്റിൽ നിറയെ പൈസ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്നൊരു ബോളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പം ഓഫറൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇത് ഷോപ്പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാൻ. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. നമുക്ക് ഭാവിയിലോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എടുക്കാം. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കുന്ന അവിടെ വയ്ക്കുന്നു. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് വായിക്കുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. കയ്യിൽ നിന്ന് വീണെങ്ങാനും പൊട്ടിയാലോ എന്നുള്ള ടെൻഷൻ വേറെയും. പിന്നെ ഇതെല്ലാം നമുക്ക് വാളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ക്ലോക്കുകൾ വേറെ ഉണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇക്കത് മേടിക്കണോ ചോദിച്ചു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ വിരിച്ചിടുന്ന. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അതും കൂടെ വൃത്തിയാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു കേട്ടോ. മറ്റേ ടേബിളങ്ങ് തുടച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ്, ഇലക്ട്രോണിക് സെക്ഷൻ്റെ അവിടെ വന്നേക്കുവാണ്. അപ്പോൾ എനിക്ക് മൊബൈൽ സെക്ഷൻ കണ്ട പോലെ എനിക്ക് അവിടെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നു പോയപ്പം ട്രൈപോഡ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത്. ലുലൂലി ഇല്ലാത്തൊരു സാധനം ഫസ്റ്റായിട്ട് കേൾക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ ബില്ല് പേ ചെയ്തു. മേലത്തെ ഉള്ള സെക്ഷൻ എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറണം, ഫിഷ് എല്ലാം ഒന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ ഫുഡ് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ബാക്കി കറക്കം ഫുഡ് അടിച്ച ശേഷം, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ബർഗർ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ബർഗർ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, കൊതിയൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം കാത്തു നിന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ക്രൗഡാണ്. അപ്പോൾ അവരവിടെ അങ്ങനെ സീറ്റെല്ലാം സെറ്റാക്കി അവരെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാനും ഇക്കയും കൂടെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ്. ഫ്രൈഡ് ചിക്കനും ബർഗറും പിന്നെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്, കോക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിക്കാൻ തുടങ്ങി. കുറച്ച് നേരത്തിന് ശേഷം എല്ലാം കാലിയാക്കി എടുത്തു കേട്ടോ. ഞാൻ നല്ലപോലെ തടിച്ചിട്ടുണ്ട് അല്ലേ പഠിച്ചോനെ, എങ്ങോട്ടായി കയറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നെ അറിയില്ല കേട്ടോ. അക്രാന്തിഫിക്കേഷൻ കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുമ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കുക, അതാണ് എൻ്റെ പോളിസി. പട്ടിണി കിടക്കുമ്പോൾ അതിനനുസരിച്ച് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ. അവിടെ പോയപ്പോൾ ഒരു ഫാമിലീനെ കണ്ട് അവർ നമ്മളോട് പറഞ്ഞ്, ജിനി കുറേ തടി കുറയ്ക്കാൻ ശ്രമിച്ചു, തടി കുറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല. പിന്നെ ഞാൻ അതായത് പണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പിലല്ലല്ലോ, പണ്ട് മീൻസ് ഇത്രയും കാലം ലാൻഡ്സ്കേപ്പിലല്ലല്ലോ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് മെലിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ടൈപ്പിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആക്ച്വൽ എൻ്റെ വെയിറ്റ് എത്രയാണോ അത് കാണിക്കുന്നുണ്ടാവും. ഞാൻ 70 എബോവ് ഉണ്ട് കേട്ടോ. 70-ന് താഴെ കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങ് എത്തുന്നില്ല. ഇനി പതുക്കെ എത്തിക്കണം. ഞാൻ
നമ്മുടെ മില്ലറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അതൊന്ന് കഴിച്ച് നോക്കണം. മില്ലറ്റ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അപ്പോൾ പറയാം കേട്ടോ. അപ്പം റിഹാനിക്ക് ഇങ്ങനെ ഫേസ് വാഷ് വേണം പറഞ്ഞിട്ട് നമ്മളതിങ്ങനെ തപ്പി വരികയാണ്. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പം അവിടെ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ എത്തി നോക്കിയപ്പം എനിക്ക് തന്നെ ചമ്മലായിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയൊക്കെ സെക്ഷനാണ്. ഇവിടുന്ന് ഞാൻ 2 സംഭവം എടുത്തു. ഒന്ന് ഗ്രില്ല് ചെയ്യുന്നതും പിന്നെ ഒന്ന് വലിയ ദോശ തവ എടുത്തു മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കാസറോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസ് എടുത്തു. ഇവിടെയൊന്നും വില കാരണം അടുക്കാൻ പറ്റുന്നില്ല. എല്ലാം 10,000 എബോവ് ആണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കപ്പാൻ സോസർ കണ്ടു കേട്ടോ. ഭയങ്കര റേറ്റ്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ റേറ്റ് കൊടുത്താലും എന്നാലും നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം മേടിക്കണോ എന്ന് തോന്നിപ്പോവും. പിന്നെ നമ്മുടെ മെയിൻ സ്ഥലത്തെത്തി. ഇവിടെ ഒരുപാട് ഫിഷ്, ഫൈറ്ററും ഗപ്പിയും അങ്ങനെ എന്തൊക്കെയുണ്ട്. ഫൈറ്ററാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇത് വേണം എന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മേടിക്കണം എന്നൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിള്ളേർ ഇങ്ങനെ നിന്ന് നോക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മേടിച്ചു കൊടുത്താലോ എന്ന് തോന്നിയിട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ അപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു, അതായത് ഫിഷിൻ്റെ സെക്ഷനിലോട്ട് തിരിഞ്ഞു. ഏതൊക്കെ ഫിഷ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനെയൊക്കെ അവർ ക്ലീനാക്കി കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഫിഷെല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഇതെല്ലാം ഡ്രൈ ഫിഷാണ്. ചെമ്മീനൊക്കെ ഉണ്ടല്ലോ, കണ്ണും വാലും ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ മീനുകളാണ് വേണ്ടത്. അതായത് ഈ കണ്ണും വാലൊക്കെ കാണുമ്പോൾ എനിക്ക് അത് എടുക്കാനേ തോന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫാൻസാണ്, അവർ ജസ്റ്റ് ഒരു വീഡിയോയിൽ ആഡ് ആക്കിയതാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ഫൈറ്റർ ഫിഷ് ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് റെഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അയൻകുട്ടി ഈ ബോട്ടിൽ മതി പറഞ്ഞിട്ട് അവനെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫൈറ്റർ ഫിഷിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നോക്കണം, ഫുഡ് കൊടുക്കണം, ഇടയ്ക്ക് വെള്ളം ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഒരു പേരിടണം. നിങ്ങൾ നല്ല അടിപൊളി പേര് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് കമൻറ്റ് വഴി. പിന്നെ ഇത് ബീഫിൻ്റെ സെക്ഷനാണ്. ഒരുപാട് സംഭവങ്ങൾ മസാല തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് മട്ടനാണ്, നല്ല ഫ്രഷാണ്. അതാണ് എനിക്ക് എടുത്തു പറയേണ്ടി വന്നു കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസിലും കുറേ റെഡി ടു കുക്ക് ഉണ്ട്, പിന്നെ അല്ലാണ്ടുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ ഇടിയിറച്ചി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതെല്ലാം കുക്കാക്കിയ സാധനങ്ങളാണ്. കിച്ചൺ എന്ന് പറയുന്ന ഏരിയയിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് വരെ ഒരുപാട് കേക്ക്സിൻ്റെ സംഭവങ്ങളുണ്ട്. പിന്നെ വെജിറ്റബിൾ പറയേ വേണ്ട, കാണുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വെജിറ്റബിൾസാണ് കേട്ടോ. പാലക്കാട് ഉണ്ടല്ലോ ഇമാതിരി ഫ്രഷ് കിട്ടാൻ ഇനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ലുലു ആകുമ്പോൾ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും. ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും അധികം കവർ ചെയ്തിട്ടില്ല. ഇനിയും ഒരു 3-4 പ്രാവശ്യമെങ്കിലും വന്നാലേ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത്രയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മേടിക്കാൻ ഞാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം. ഞാൻ ടോപ്പോ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. ഇനി പോകുമ്പോൾ എന്തായാലും മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് നമ്മളിതാ ബില്ലിൻ്റെ അവിടെ എത്തി, ബില്ലെല്ലാം പേ ചെയ്തു. ഇനിയിപ്പോൾ എന്താണ്, നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ട്രൈപോഡ് കിട്ടിയില്ലല്ലോ അവിടുന്ന്. അപ്പോൾ ട്രൈപോഡ് മേടിക്കണമെങ്കിൽ എൻ്റെ സ്ഥിരം കടയിലോട്ട് തന്നെ പോകണം. ലംബൂസിലാണ് ഞാൻ റിംഗ് ലൈറ്റ് മേടിച്ചത്. നേരത്തെ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് മേടിച്ചു. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം 2 എണ്ണം വേണം. ഒന്ന് വലുതും പിന്നെ ഒന്ന് നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും പുറത്തൊക്കെ പോകുമ്പോൾ കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ആവില്ലല്ലോ, അതുകൊണ്ട് അതും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ ലംബൂസിലോട്ട് വിട്ടത്. അപ്പോൾ അവിടെ നല്ല ട്രൈപോഡൊക്കെ ഉണ്ടായിരുന്നു, അവരെടുത്ത് തന്നു. ഞാൻ ഈ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്യണതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞപ്പോൾ അവർ അതെല്ലാം കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രൈപോഡും പാക്ക് ചെയ്ത് ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് നേരെ പോണത് നിങ്ങളും ഞാനും ഒന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവം മേടിക്കാനാണ് കേട്ടോ.
മൺചട്ടി എന്നും കാണും ഇത്. പക്ഷെ നമുക്ക് ഇറങ്ങാനേ പറ്റാറില്ല. ഒന്നുമില്ലെങ്കിൽ ബ്ലോക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇപ്രാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്നാലും കുഴപ്പമില്ലൊക്കെ എനിക്ക് വേണം, മൺചട്ടി കിട്ടിയേ തീരുള്ളൂ എന്ന് പറയും. കാരണം എനിക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ വ്ളോഗിൽ എപ്പോഴും എന്നോട് ചോദിക്കും മൺചട്ടി ഇല്ലേ ജിനിത്ത എന്ന്. എനിക്ക് മേടിക്കാൻ പോകാൻ പറ്റാനിട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള മൺചട്ടിയും കൂടി ആയിരുന്നു കേട്ടോ അത്. എന്തായാലും അതെല്ലാം മേടിച്ച് നമ്മളിതാ വീട്ടിലോട്ട് രാത്രി എത്തിയത്. കാരണം ഒരുപാട് ടൈം ലുലുവിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാത്രി മീൻസ് ഒരു 6-7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫൈറ്റർ ഫിഷിനെയും കൊണ്ട് ഞാൻ വെൽക്കം ടു ഹോം എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ മുഖ്യ ആളായിട്ട് തന്നെ മൂപ്പരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.